ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ കരുണയുടെ തിരുനാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഈ കരുണയുടെ തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. അതിൻ്റെ 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. നൊവേനയുടെ 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഈ ദിവസത്തിൻ്റെ നിയോഗം ദൈവകരുണയെ വാഴ്ത്തുന്നവരെയും പുകഴ്ത്തുന്നവരെയും എൻ്റെ പക്കൽ കൊണ്ടുവരിക. അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തെ ദൈവകരുണയെ വാഴ്ത്തി പുകഴ്ത്താൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കൾ. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 20-21 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കുന്നതിന് ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം. ദൈവമക്കളുടെ ഒരു കടമയാണ്, ദൈവമക്കളുടെ ഒരു അവകാശമാണ് ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുക എന്നുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, സങ്കീർത്തനം 103 2-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത് എന്ന് പറഞ്ഞാൽ, ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട്. 1-2 വചനഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്നെടുക്കുമ്പോൾ ഈ സങ്കീർത്തനം 103 2-ാമത്തെ വചനം എങ്ങനെ അവർ നിറവേറ്റി എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം മോശയുടെ കീർത്തനം എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. മോശയുടെ കീർത്തനം. ഇനി അതിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണയെ മോശ വാഴ്ത്തി പുകഴ്ത്തിയതിനെ കുറിച്ച് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട് 2 മക്കബായർ 7-ാം അധ്യായം എടുക്കുമ്പോൾ, ഒരു വിധവയും മക്കളും അവര് ദാരുണമായ അന്ത്യം വരിക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾ കാണുകയാണ്, ഈ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അവരും ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുണ്ട്, ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദൈവത്തെ നമ്മൾ വാഴ്ത്തി പുകഴ്ത്തുക എന്നുള്ളത്. ഏതാനും വചനഭാഗങ്ങൾ കൂടി നമുക്ക് എടുക്കാം. റോമാലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വചനം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അടിസ്ഥാന തിന്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം അടിസ്ഥാന തിന്മകൾ വേരോടെ പിഴുതെറിഞ്ഞ് അടിസ്ഥാന പുണ്യങ്ങൾ നട്ടു വളർത്തി ഈ കരുണയുടെ തിരുനാളിനായിട്ട് യഥായോഗ്യം ഒരുങ്ങുവാൻ നമ്മൾ പരിശ്രമിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ കാണുന്ന അടിസ്ഥാന തിന്മയാണ് ജഡമോഹം, മോഹഭാവം. അത് ഇംഗ്ലീഷിൽ പറയും ലസ്റ്റ്, മോഹപാപം. ഈ പാപം വേരോടെ നമ്മൾ പിഴുതെറിയണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമ 6:12 നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്, ജഡമോഹം നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളിൽ ഭരണം നടത്താതിരിക്കട്ടെ. ദൈവമക്കളെ ഭരിക്കേണ്ടത് ദൈവമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ജഡമോഹമല്ല. കാരണം നമുക്ക് ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ്. മരണത്തോടെ ശരീരം മണ്ണിലേക്ക് മടങ്ങേണ്ടതാണ്. എന്നാൽ മരണത്തോടെ നമ്മുടെ ആത്മാവ് അതിൻ്റെ ദാതാവിൻ്റെ പക്കലേക്ക് മടങ്ങേണ്ടതാണ്. സഭാപ്രസംഗൻ 14-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. സഭാപ്രസംഗൻ 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തെ ജഡമോഹം ഭരിക്കാതെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഭരിക്കുന്ന ആ ഒരവസ്ഥ നമുക്കുണ്ടാകണം. 2-ാമതൊരു വചനം കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഗലാത്യർ 5-ാം അധ്യായത്തിൻ്റെ 16-17 വചനങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ജഡത്തെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, ജഡമോഹത്തെ ഒരിക്കലും നിങ്ങൾ തൃപ്തിപ്പെടുത്തരുത്. കാരണം ജഡം ആത്മാവിനെതിരാണ്. പറയുണ്ട്, ജഡത്തെ തൃപ്തിപ്പെടുത്തി മുമ്പോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ പാപം ഭരണം നടത്തുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ 2 വചനങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുമ്പിൽ
രണ്ട് സാധ്യതകളുണ്ട്. അത് സൂചിപ്പിക്കുന്ന വചനഭാഗങ്ങൾ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. രണ്ട് സാധ്യതകൾ. വേണമെങ്കിൽ നമുക്ക് ജഡത്തിൽ ജീവിക്കാം, വേണമെങ്കിൽ നമുക്ക് ആത്മാവിൽ ജീവിക്കാം. ജഡികരായി ജീവിക്കണമോ ആത്മീയരായി ജീവിക്കണമോ എന്നുള്ളത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനവും ഗലാത്യർ 6-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വചനഭാഗവും ഈ കാര്യം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ജഡികരായി ജീവിക്കാം, വേണമെങ്കിൽ ആത്മീയരായി ജീവിക്കാം. ഇതിന്റെ പരിണിത ഫലം എന്താണെന്നും ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് റോമ 8:13 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും, എന്നാൽ ഈ ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നവർ ജീവിക്കും. മറ്റൊരു കാര്യം നമ്മൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ജഡം തൃണമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡം തൃണമാണ്, അത് നശിച്ചു പോകേണ്ടതാണ്, എന്നാൽ ആത്മാവ് നിത്യം ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജഡത്തിന്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. യോഹന്നാൻ 6:63 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. പറയുണ്ട്, ആത്മാവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായി ആത്മീയ മനുഷ്യരായി ജീവിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. മറ്റൊരു കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 23:16 വചനം, ജഡം ജ്വലിക്കാൻ അനുവദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായിട്ടും ഇല്ലാതാക്കും. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് ജ്വലിക്കുന്ന ജഡത്തിന്. അപ്പം അത് അനുവദിക്കരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 6:2 മുതൽ വായിക്കുമ്പോഴും അഭിലാഷങ്ങൾക്ക് അടിപ്പെടുന്നവർക്ക് വരാവുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, അവ നിന്റെ ഇലകൾ ഭക്ഷിക്കും, നിന്റെ ഫലങ്ങൾ നശിപ്പിക്കും, അവസാനം നീ ഒരു ഉണക്കമരമായി തീരും. പ്രിയപ്പെട്ടവരെ, ജഡികനായി ജീവിക്കുന്നവരുടെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു മോഹപാപം, ലസ്റ്റ് വേരോടെ പിഴുതെറിഞ്ഞ് വിശുദ്ധരായി ജീവിക്കാനുള്ള ആ ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് 7-ാം ദിവസത്തിന്റെ നൊവേനയിലൂടെ കടന്നു പോവുകയാണ്. ഈ ദിവസത്തിന്റെ നിയോഗം പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യ ഭക്തർക്കായിട്ടും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ. അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ. ദൈവത്തിന്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണീ ആത്മാക്കൾ. ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ മാധ്യസ്ഥം വഴിയായി തോളുകളിൽ സംവഹിക്കുന്നു. ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ലല്ലോ. ഈ ജീവിതത്തിൽ നിന്ന് പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുമല്ലോ. നിത്യനായ പിതാവേ, ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളിൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ. ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ. കരുണയുടെ പ്രവൃത്തികളാൽ അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതന്റെ കാരുണ്യ സ്തോത്രം ആലപിക്കുന്നു. അങ്ങയിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന വാഗ്ദാനം അവരിൽ പൂർത്തിയാക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ.
അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളുടെ ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നവേനയുടെ സമാപന പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉദ്ദിഷ്ടകാര്യം നിറവേറി കിട്ടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ